നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്ക് നിരത്തിയ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. കണക്കുകളിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് ഹൈക്കോടതി. യാഥാർത്ഥ്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. SDRF തുക കടലാസിൽ മാത്രമെന്നും കോടതി. മദ്രസാദൻ ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവതിന്റെ പറഞ്ഞിട്ടിങ്ങനെ ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിച്ച് ഉമർ ഫൈസി മുക്കം. ശിവനെയും പാർവതിയെയും ലൈംഗികമായി അധിക്ഷേപിച്ച സമസ്ത നേതാവ്. വിവാദ പരാമർശത്തിൽ പ്രതിഷേധമിരമ്പുന്നു. ഗുരുവായൂർ ഏകാദശി ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വത്തിന് വിമർശനം. മൂന്നാനപ്പുറത്തെ എഴുന്നള്ളിപ്പിന് ഒരാന മാത്രം. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവ ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം വിശ്വാസങ്ങൾക്കെതിരായ കടന്നുകയറ്റമെന്ന് ഹിന്ദു ഐക്യവേദി. തൃശൂർ പൂരത്തിന്റെ നിറം കെടുത്തിയെന്ന് പോലീസെന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ. പരോക്ഷ വിമർശനങ്ങളുടെ വേദിയായി CPM കൊല്ലം ജില്ലാ സമ്മേളനം. മുഖ്യമന്ത്രി മുതൽ മേയർ ആര്യ രാജേന്ദ്രനെ വരെ വിമർശിച്ച് പ്രവർത്തകർ. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ 3 നേതാക്കളെ ഒഴിവാക്കിയെന്ന് സൂചന. കൊല്ലം ജില്ലാ സെക്രട്ടറിയായി S. സുദേവൻ തുടരും. സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവര ശേഖരണം കർശനമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ നടപടി. തീരുമാനം വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് ജനം ബ്രേക്കിംഗ്. എങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് SC/ST കോടതി. കോഴിക്കോട് പ്രമോഷൻ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ നടപടി. സാബിത് റഹ്മാന്റെയും റഹീസിന്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് MVD. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. നാളെയും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കലാശപ്പോര്. D. ഗുകേഷും ഡിങ് ലിറനും ഒപ്പത്തിനൊപ്പം. അവസാന മത്സരം ഇന്ന്. മത്സരം സമനിലയായാൽ ടൈ ബ്രേക്കർ. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശി എഴുന്നള്ളിപ്പിന് ഒരാന മാത്രമായി ചുരുക്കിയതിൽ വിമർശനം. 3 ആനപ്പുറത്താണ് മുൻവർഷങ്ങളിൽ എഴുന്നള്ളിപ്പ് നടക്കാറുള്ളത്. 3 മീറ്റർ അകലം പാലിച്ച് 3 ആനകളെ നിർത്തുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ലെന്നാണ് വിമർശനം. ഒരാന മതിയെന്ന ദേവസ്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മുടങ്ങിയ സംഭവത്തിൽ ദേവസ്വം പ്രതിനിധികൾ ഭക്തരോട് മാപ്പ് പറയണമെന്ന് BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ. ഗുരുവായൂരപ്പന് നടത്തുന്ന പൂജകളെല്ലാം ദേവന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് മാറ്റിമറിക്കാനുള്ളതല്ല. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഉദയാസ്തമന പൂജ നടത്തേണ്ടതില്ല എന്ന ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാനേജിംഗ് കമ്മിറ്റി ഭക്തജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നടത്തുന്ന പൂജകളെല്ലാം ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മാനേജിംഗ് കമ്മിറ്റിക്ക് ഇഷ്ടം പോലെ മാറ്റിമറിക്കാൻ ആവുന്നതല്ല. വളരെ വ്യക്തമായ ശക്തമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും വിശാലമായ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സുപ്രീം കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചുവെങ്കിലും അതിൻ്റെ ഗുണഫലങ്ങൾ ഒരുപക്ഷെ ഇന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഇന്ന് തന്നെയാണ് ഗുരുവായൂർ ഏകാദശി. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി നടപടി ദൗർഭാഗ്യകരമെന്ന് ഹിന്ദു ഐക്യവേദി. ആന എഴുന്നള്ളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കോടതി വിധി വിശ്വാസങ്ങൾക്ക് നേരെയുണ്ടായ കടന്നുകയറ്റം. കോടതി നടപടിയെ ഹിന്ദു ഐക്യവേദി ശക്തമായി എതിർക്കുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. കോടതി അലക്ഷ്യം പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും RV ബാബു പറഞ്ഞു.
തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം അങ്ങേറ്റം ദൗർഭാഗ്യകരമായി പോയി. വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളിപ്പ് നടത്തിയതിനെ സംബന്ധിച്ച് കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോടതി ദേവസ്വം ജീവനക്കാർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് കോടതിയുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ആനയെഴുന്നള്ളിപ്പും ആനപ്പുറത്തുള്ള തിടമ്പെഴുന്നള്ളിപ്പും ഒക്കെ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആചാരങ്ങൾക്ക് മേലാണ് കോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത്. കേവലം ചില നിയമങ്ങളുടെ ബലത്തിൽ നിരോധിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. അതുകൊണ്ട് കോടതിയുടെ ഈ നടപടിയെ ശക്തമായിട്ട് ഹൈന്ദവ സംഘടനകൾ എതിർക്കുകയാണ്. ഇവിടെ കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ആവേശം നമ്മൾ മറ്റു പല മതസമൂഹങ്ങളുടെ കാര്യത്തിലും കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് കോടതിയുടെ ഈ നിലപാട് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ഹൈന്ദവാചാരങ്ങളെ തകർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി. ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാര്യന്മാരാണ്. മൃഗസ്നേഹികൾക്ക് ആനയോട് മാത്രമുള്ള സ്നേഹം കാപട്യം മാത്രമാണെന്നും മറ്റു മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിൽ മൃഗസ്നേഹികൾക്ക് മൗനം മാത്രമെന്നും വിജി തമ്പി പറഞ്ഞു. ഹൈന്ദവ കൂട്ടായ്മയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും വിജി തമ്പി ജനം ടിവിയോട് പറഞ്ഞു. അതുപോലെ ആനയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇതിലൊരു ഒരു കപടത ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊരു വലിയ സംശയമുണ്ട്. കാര്യം ഈ സ്നേഹികൾക്ക് ആനകളോട് മാത്രമേ ഉള്ളൂ സ്നേഹം. മറ്റ് മൃഗങ്ങളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ കശാപ്പ് ചെയ്ത് കൂടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാണുന്നില്ലേ മറ്റ് മൃഗങ്ങളെ? ആ മൃഗങ്ങളോടും സ്നേഹമില്ലേ? ആനയോട് മാത്രമേ സ്നേഹമുള്ളൂ. ക്ഷേത്രോത്സവങ്ങളിലെ കോടതി നിയന്ത്രണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നിയന്ത്രണങ്ങൾ ഉത്സവങ്ങളെ പരിമിതപ്പെടുത്തുന്നുവെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കം. ഹിന്ദു ഐക്യവേദി പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ക്ഷേത്രോത്സവങ്ങൾ എന്ന് പറയുന്നത് നാടിന്റെ പൊതുവായ ഉത്സവമാണ്. ആ നാടിന്റെ ഒരു ദേശീയോത്സവമായിട്ടാണ് അവരത് ആഘോഷിക്കുന്നത്. അപ്പോൾ അതാത് പ്രദേശത്തെ ആളുകൾക്ക് സാധിക്കുന്ന രീതിയിൽ അവർ ആ ഉത്സവത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ കുറച്ചു കാലമായി നമ്മുടെ നാട്ടിലെ ചില അരാജകവാദികൾ, ചില NGOകൾ ഇത്തരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തോട്, നമ്മുടെ പൈതൃകത്തോട്, പാരമ്പര്യത്തോട്, വിശ്വാസ പ്രമാണങ്ങളോട്, ആത്മീയതയോടെല്ലാം നിരങ്കുശമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ അവരിതിനെ അതിശക്തമായി എതിർക്കും. ഏകപക്ഷീയമായിട്ടാണ് അത്തരം എതിർപ്പുകൾ ഉണ്ടാകുന്നത്. അതിനെ എതിർക്കുകയാണ്. അപ്പൊ അവർ പലപ്പോഴും അതിന് നിയമത്തിന്റെ മാർഗവും കൂടി സ്വീകരിക്കുകയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവർ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലും അതുപോലെ തന്നെ അതിന്റെ പരിധിക്കുള്ളിൽ നിന്നും മാത്രം നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതിനനുസരിച്ചാണ് ചില ഉത്തരവുകളൊക്കെ ഉണ്ടാകുന്നത്. അത്തരം ഉത്തരവുകൾ ഉത്സവാഘോഷങ്ങളെയും അതുപോലെ തന്നെ പൂരങ്ങളെയും വേലകളെയും എല്ലാം വളരെ തെറ്റായ രീതിയിൽ അത്തരം ആഘോഷങ്ങൾ വളരെ പ്രതിഷേധത്തിനിടയാക്കുന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. പൂരാഘോഷത്തിന്റെ നിറം കെടുത്തിയത് പോലീസ് എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. പോലീസ് സമ്മർദ്ദം മൂലം ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി തങ്ങൾക്ക് അറിവില്ലെന്നും തിരുവമ്പാടി ദേവസ്വം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, സത്യവാങ്മൂലത്തിൽ തിരുവമ്പാടി ദേവസ്വം എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? പൂരം കലക്കിയതിലാണ് ഇപ്പോൾ നിലവിൽ തിരുവമ്പാടി ദേവസ്വം സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പൂരത്തിന്റെ നിറം കെടുത്തിയത് പോലീസാണ്. പോലീസ് അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ഇടപെട്ടതാണ് ഈ പൂരം കലങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പോലീസിന്റെ ഇടപെടൽ മൂലം ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. എഴുന്നള്ളിപ്പിന്റെ വേളയിൽ അന്തരീക്ഷം മോശമാവുകയും ചെയ്തു. ഭക്തരെയും പൂരപ്രേമികളെയും പോലീസ് കായികപരമായിട്ടാണ് നേരിട്ടത്. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ഉത്സവം ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി ഒതുക്കി. ഇതൊക്കെ തന്നെ പോലീസിന്റെ അനധികൃതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്, അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂലമാണെന്നും ഈ സത്യവാങ്മൂലത്തിൽ തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. 2.5 നൂറ്റാണ്ടായി മാറ്റമില്ലാതെ തുടരുന്ന ചടങ്ങുകൾ വൈകിപ്പോയെന്നും തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായിട്ട് തങ്ങൾക്ക് യാതൊരുവിധ അറിവില്ലെന്നും
തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ആകപ്പാടെ ഇടപെട്ടതായിട്ടും ദേവസ്വം വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് തിരുവമ്പാടി ദേവസ്വം പാറമേക്കാവ് ദേവസ്വമാണ് ഈ പൂരം കലക്കാനായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. പക്ഷേ തിരുവമ്പാടി ദേവസ്വം പാറമേക്കാവ് ദേവസ്വവും ഇതിന് മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത് പോലീസ് അനധികൃതമായിട്ട് ഇടപെട്ടതാണ് ഈ തൃശൂർ പൂരം കലങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ആചാരങ്ങളിലും ഉത്സവത്തിന്റെ പല ചടങ്ങുകളിലും അനധികൃതമായിട്ട് പോലീസ് ഇടപെട്ടു എന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഏതുവരെ എത്തിയെന്ന് അറിയിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് നിർദ്ദേശം. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ലയിലെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ സദ്യ നൽകാൻ തീരുമാനം. വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി ഭക്തരും രംഗത്തെത്തിയിരുന്നു. ഭഗവതിയുടെ പിറന്നാൾ ദിനമായ വെള്ളിയാഴ്ച ബുഫേ രീതിയിൽ സദ്യ വിളമ്പാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ നീക്കം. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രീതി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ദേവസ്വം ബോർഡ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ നൽകുന്ന സദ്യ ഇക്കുറി ബുഫേ രീതിയിൽ നൽകാനായിരുന്നു നീക്കം. ഇത് ജനം TV വാർത്ത നൽകുകയും ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ദേവസ്വം ബോർഡ്. ഇപ്പം അതേ തീരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടിലും ചെയ്യാനുള്ള നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് ചില പ്രതിഷേധമൊക്കെ വന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചില പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അതിലിടപെട്ട ആളുകൾ പരാതിയൊക്കെ പറഞ്ഞ സമയത്ത് അതുകൂടി പരിഗണിച്ചിട്ട് ചെറിയൊരു മാറ്റം നമുക്ക് പോലീസ് സജസ്റ്റ് ചെയ്തിരുന്നു. ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അതിന് ആദ്യം ട്രിപ്പ് ഇലയിൽ വിളമ്പിയതിന് ശേഷം പിന്നെ ബുഫേ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രായമായവർക്കും രോഗബാധിതർക്കുമെല്ലാം പ്ലേറ്റിൽ നൽകും. മറ്റുള്ളവർക്ക് ഇലയിൽ നൽകാനാണ് തീരുമാനം. 13-ാം തീയതി ഇലയിട്ട് വിളമ്പണം എന്നതായിരുന്നു നമ്മുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ അത് അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി ശ്രമിക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് സംസാരിക്കുകയും ഇലയിൽ കൂടെ ഇലയിട്ട് വിളമ്പലും കൂട്ടത്തിൽ അസുഖമായിട്ടോ മറ്റോ ഉള്ള ആളുകൾക്ക് ധൃതിയായിട്ട് പോകേണ്ട ആളുകൾക്ക് ബൊഫേ സംവിധാനവും മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ നടത്താമെന്ന രീതിയിലുള്ളൊരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം സമരം മാറ്റിവെച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ പിറന്നാൾ ദിനത്തിൽ ഇലയിലാണ് സദ്യ വിളമ്പുക. ഇന്നുവരെ ഒരു ഭക്തർക്ക് പോലും സദ്യ കഴിക്കാതെ മടങ്ങേണ്ടിയും വന്നിട്ടില്ല. ഇതെല്ലാം അട്ടിമറിക്കുക എന്ന നീക്കമായിരുന്നു ബുഫേ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിൽ. തൃക്കാർത്തിക ദിനമായ വെള്ളിയാഴ്ച ഇതര ജില്ലകളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തും. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീക്കിയിരുപ്പ് തുകയിൽ മുൻ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച ഫണ്ട് ഭാവി ആവശ്യങ്ങൾക്ക് അധിക സഹായം വേണം എന്നതിലടക്കം കൃത്യമായ കണക്കുകൾ നൽകണം. ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നീക്കിയിരിപ്പായുള്ളത് 700 കോടി എന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. എന്നാൽ ഈ 700 കോടിയിൽ 638 കോടി രൂപയും സർക്കാരിന്റെ മുൻ ഉത്തരവുകൾ പ്രകാരം മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലാണ് സർക്കാർ വ്യക്തത വരുത്തേണ്ടത്. കൂടാതെ കേന്ദ്രത്തിനു കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18-ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണുള്ളത്. വിവിധ ജില്ലകളിൽ എപ്രകാരമാണ് മഴ മുന്നറിയിപ്പുകൾ വരുന്നത്? ഓരോ 3 മണിക്കൂറുകൾ കഴിയുമ്പോഴും മഴ മുന്നറിയിപ്പ് കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക്, അതായത് കൂടുതൽ ശക്തമായ മഴയിലേക്ക് സംസ്ഥാനം പോവുകയാണ്. മണ്ണാർ കടലിടുക്കിന് മുകളിലായി രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം ആണ് ഇപ്പോൾ കേരളത്തിൽ ഈ മഴ ഇങ്ങനെ ശക്തിപ്പെടാനുള്ള കാരണം. അടുത്ത 5 ദിവസത്തേക്ക് മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ഈ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും മഴ മുന്നറിയിപ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഏറ്റവും പുതിയതായി
1 മണിക്ക് വന്നിരിക്കുന്ന അലർട്ടുകൾ പ്രകാരം പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് തെക്കൻ കേരളത്തിൽ പൊതുവെ ശക്തമായ മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അത് 3 ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്യുമെന്നുള്ള അറിയിപ്പുമുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതായത് ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ ശക്തി കുറയില്ലെങ്കിലും പൂർണ്ണമായും മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കുറച്ച് മണിക്കൂറുകളായി പല ജില്ലകളിലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ഈ ആശങ്കയ്ക്ക് വകയാകുന്ന വിധത്തിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. വികലമായ ഭാരത ഭൂപടവുമായി സ്കൂൾ ചോദ്യപേപ്പർ നൽകിയത് ജമ്മുകശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടം. 9ാം ക്ലാസ്സിലെ 2ാം പാദ പരീക്ഷയിലാണ് വിവാദ ഭൂപടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശവിരുദ്ധരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന 9ാം ക്ലാസ്സിലെ 2ാം പാദ വാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യപേപ്പറാണിത്. ഇതിലെ 15ാമത്തെ ചോദ്യത്തിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കശ്മീരും ലഡാക്കും സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശും പഞ്ചാബും ഉത്തരാഖണ്ഡും ഒന്നുമില്ലാതെയുള്ള വെട്ടിമുറിച്ച ഭൂപടമാണ് ചോദ്യപേപ്പറിലുള്ളത്. ഒരു വശത്ത് നാഗാലാൻഡിനെയും നെടുകെ മുറിച്ചിരിക്കുന്നു. അസമിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ഭാഗങ്ങളും ഭാരത ഭൂപടത്തിൽ കാണാനില്ല. രാജ്യത്തിന്റെ ഭൂപടം അവതരിപ്പിക്കപ്പെടുമ്പോൾ അപൂർണതയുണ്ടാകരുതെന്നത് ഭരണഘടനാപരമായ തത്വമാണ്. സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നവയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമാണ് രാജ്യത്തിന്റെ ഭൂപടം പ്രസിദ്ധീകരിക്കാനും കഴിയുക. അല്ലാതെയുള്ള ഏതൊരു ചിത്രീകരണവും 1961 ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരം 6 മാസം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ചട്ടം ഇതായിരിക്കെയാണ് സ്കൂൾ പരീക്ഷാ പേപ്പറിൽ തന്നെ നിയമവിരുദ്ധമായ ഭൂപട ചിത്രീകരണം. ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായ ഭൂപടരചനയടക്കമുള്ള പഠനരീതികൾ നേരത്തെ തന്നെ അവഗണിക്കപ്പെട്ടിരുന്നു. ഇതിനൊപ്പമാണ് ഛേദിക്കപ്പെട്ട നിലയിലുള്ള ഭൂപടം കൂടി കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിഷയത്തിൽ ദേശവിരുദ്ധരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. ജനം, തിരുവനന്തപുരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിനുള്ള നഷ്ടപരിഹാര കരാറിൽ വ്യക്തത വരുത്താതെ സർക്കാർ. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ല, ഓഹരി വിലയാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ സർക്കാർ ഉത്തരവിൽ കൃത്യമായി നഷ്ടപരിഹാരമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരി വിലയാണെങ്കിൽ ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കാത്തതെന്തെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഓഹരി വിലയെന്നാൽ നഷ്ടപരിഹാര തുകയല്ലെന്നും ടീകോം മുടക്കിയ ഓഹരി വിലയാണ് തിരിച്ചു നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുമ്പോൾ ഇത് സംബന്ധിച്ച നേരത്തെ ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. ടീകോമിന് നഷ്ടപരിഹാരമെന്ന് തന്നെയാണ് ഉത്തരവിലുള്ളത്. നഷ്ടപരിഹാരമെന്ന് ഉൾപ്പെടുത്തിയത് സാങ്കേതിക പിഴവോ ഉദ്യോഗസ്ഥ വീഴ്ചയോ ആയിരുന്നെങ്കിൽ തിരുത്തി ഓഹരി എന്ന് തന്നെ വ്യക്തമാക്കി മറ്റൊരു ഉത്തരവിറക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു. എന്നാൽ മുൻ ഉത്തരവ് തിരുത്തുകയോ പുതിയത് പുറപ്പെടുവിക്കുകയോ ചെയ്യാതെ നഷ്ടപരിഹാര വിഷയത്തിൽ വ്യക്തത വരുത്താതെ മുന്നോട്ട് പോവുകയാണ് സർക്കാർ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം വാങ്ങിയ 84% ഓഹരിയാണ് സർക്കാർ തിരികെ വാങ്ങുന്നത്. ലീസ് റദ്ദാക്കിയാൽ ലീസ് പ്രീമിയം തുകയായ 91.52 കോടി രൂപയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ച തുകയും തിരികെ നൽകണമെന്നാണ് വ്യവസ്ഥ. ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി രൂപീകരിച്ചിരുന്നു. സ്വതന്ത്ര ഇവാലുവേറ്റർ നഷ്ടപരിഹാരം നിശ്ചയിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കുന്നതിന് IT മിഷൻ ഡയറക്ടർ, ഇൻഫോ പാർക്ക് CEO എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ജനം, കൊച്ചി. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യസഭാ ചെയർമാൻ. ചട്ടങ്ങൾ പാലിക്കാൻ അംഗങ്ങൾ തയ്യാറാകണമെന്ന് ജഗദീപ് ധൻകർ. ഭരണഘടനാ സ്ഥാനങ്ങളെ കോൺഗ്രസ് അപമാനിക്കുന്നതായി JP നദ്ദ. പാർലമെന്റിന്റെ എല്ലാ മര്യാദകളും കോൺഗ്രസ് ലംഘിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ പാർലമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. സെക്രട്ടറി വിഷയങ്ങൾ വിശദമായി പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചുവെന്ന് ശശി തരൂർ അറിയിച്ചു. MP-മാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടിയും നൽകി. വിശദാംശങ്ങൾ പാർലമെന്റിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ശശി തരൂർ അറിയിച്ചു.
We had an excellent briefing on Bangladesh, and the Foreign Secretary, who, as you know, returned only yesterday from there. So fresh off the trip, he was able to give us a very thorough briefing. I'm not at liberty to go into details, but all the important questions that you can imagine were asked by the MPs. There was a good 21-22 MP turnout. A lot of questions were asked. Foreign Secretary answered comprehensively and candidly. And we will in any case be reporting to Parliament on this subject because it's an official topic of the committee on the bulletin, so for which will require a report to Parliament. ഹൈന്ദവ വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും അധിക്ഷേപിച്ച് സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം. മലപ്പുറം അരീക്കോട് നടന്ന സമ്മേളനത്തിലാണ് വിവാദ പരാമർശം നടത്തിയത്. പരാമർശത്തിനെതിരെ ഇതിനോടകം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. ശിവനെയും പാർവതിയെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗം. മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളന വേദിയിലായിരുന്നു അവഹേളിക്കുന്ന പരാമർശം. മദ്രസ ആരാധനാലയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവതിന്റെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറയുകയും ചെയ്യാണ് സർവേ നടത്തണം. ഇതാണ് സ്ഥിതി. ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഭാഗമായി ഉയർത്തപ്പെട്ട പള്ളികളിൽ ചരിത്രപരവും നിയമപരവുമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് സംസ്ഥാന നേതാവിനെ ചൊടിപ്പിച്ചത്. ശിവനെയും പാർവതിയും നിന്ദിക്കുന്ന വാക്കുകളാണ് ഉമർ ഫൈസി പൊതുവേദിയിൽ പറഞ്ഞത്. അയോധ്യ രാമജന്മഭൂമി വഖഫ് ഭൂമിയാണെന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പരാമർശത്തിന് പിന്നാലെയാണ് സമസ്ത നേതാവിന്റെയും വിവാദ പരാമർശം. തീവ്ര വർഗീയ നിലപാടുകൾ ഇതിനു മുമ്പും ഉയർത്തിപ്പിടിച്ച നേതാവാണ് ഉമർ ഫൈസി. തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശം പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഹൈന്ദവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന സമസ്ത നേതാവിന്റെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വലിയ പ്രതിഷേധം ഉയർന്നു വന്നു കഴിഞ്ഞു. ജനം, കോഴിക്കോട്. കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ CPM ജില്ലാ നേതാക്കൾക്കെതിരെ നടപടി. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR വസന്തൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, B ഗോപൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. M മനോജ് ചേരുന്നു. മനോജ്, കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ CPM ജില്ലാ നേതാക്കൾക്കെതിരെ നടപടി എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, വിമർശനങ്ങൾ ശക്തമായതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ജില്ലാ സമ്മേളനത്തിൽ സമാപന ദിവസം ഈ തെരഞ്ഞെടുപ്പ് നടക്കും. ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പഴയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ പുതുതായുള്ളവരെയും ഉൾപ്പെടുത്തും. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിഭാഗീയത നിലനിന്ന് വന്നിരുന്നതാണ്. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഓരോ ലോക്കൽ സമ്മേളനങ്ങൾ വരെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PR വസന്തൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, B ഗോപൻ എന്നിവരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു നേതാക്കളെ പോലും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ചർച്ചയിൽ പ്രതിനിധികളൊക്കെ ഉന്നയിച്ചത് നേതൃത്വം ഒരു പക്ഷത്തോട് കൂടെ ചേർന്ന് നിന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു നേതൃത്വം മുന്നോട്ട് പോയിരുന്നത്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ്. വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് പകരം പുതുതായി 4 പേരാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്യാമോഹൻ, അതുപോലെ തന്നെ SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആദർശ്, അതുപോലെ കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള S ഗീതാകുമാരി, അഡ്വക്കേറ്റ് V സുമലാൽ എന്നിവരെയാണ് ഈ നേതാക്കൾക്ക് പകരമായി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോയിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അച്ചടക്ക വാൾ പ്രയോഗം ഇന്ന് പാർട്ടി നടത്തുമെന്നുള്ളത് തന്നെ രാവിലെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. കാരണം സംസ്ഥാന സമ്മേളനം മാർച്ച് ആദ്യവാരമാണ് കൊല്ലത്ത് നടക്കുന്നത്. അതിനു മുമ്പായി ആ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ തന്നെയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാർട്ടിയെ വലിയ നാണക്കേടിലാക്കി എന്നുള്ളതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വിമർശനങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന ഭരണത്തിനെതിരെയും ഒക്കെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. M മനോജാണ് വിവരങ്ങൾ നൽകിയത്.
കണ്ണൂർ ITIയിലെ സംഘർഷത്തിൽ KSU യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ച SFIക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് FIR. അതേസമയം 30ഓളം SFIക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ മുഹമ്മദ് റിബിൻ പറഞ്ഞു. ITIയിൽ SFIയുടെ ഇടിമുറിയുണ്ടെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി. കണ്ണൂർ തോട്ടട ITIയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 11 SFI പ്രവർത്തകർക്കെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ആയുധവുമായി സംഘം ചേർന്ന് അക്രമം നടത്തിയെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. SFIക്കാരുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 30ഓളം SFIക്കാർ ചേർന്ന് ആക്രമിച്ചുവെന്ന് പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ പറഞ്ഞു. ക്യാമ്പസിൽ SFIക്ക് ഇടിമുറിയുണ്ടെന്നും അധ്യാപകർക്ക് പോലും രക്ഷയില്ലെന്നും റിബിൻ വ്യക്തമാക്കി. ഒരു അവസ്ഥയാൽ ഞാൻ അതിൻ്റെ അകത്ത് അകപ്പെടുകയും എൻ്റെ മേല് 10-30 SFIയുടെയും പുറത്തു വന്ന പോളിയിലെയും SFIയുടെയും ഗുണ്ടകൾ ചേർന്നിട്ട് തന്നെ അവർ കെട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കൊടി കെട്ടിയ മുളയോട് ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ തലക്കടിക്കുകയും നിരന്തരമായി തലക്ക് ചവിട്ടിക്കൊണ്ട് എൻ്റെ ബോധം പോകുന്നത് വരെ നീ ചത്തില്ലടാ എന്ന് ചോദിച്ചിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നട്ടലിന് പൊട്ടലേറ്റ് ചികിത്സയിലാണ് മുഹമ്മദ് റിബിൻ. ഇതിനിടെ റിബിനെ SFIക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനം, കണ്ണൂർ. കണ്ണൂർ തോട്ടടയിലെ ഗവൺമെന്റ് ITIയിൽ ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് മാത്രമല്ല അധ്യാപകർക്കെതിരെയും SFIയുടെ ഭീഷണി. അധ്യാപകരോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞ ഇടത് സംഘടനയിലെ അംഗമായ അധ്യാപകൻ ലിഖിൽ ലാലിനെയാണ് SFIക്കാർ ഭീഷണിപ്പെടുത്തിയത്. ഇതിനെതിരെ അധ്യാപകൻ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. കണ്ണൂർ തോട്ടടയിലെ ഗവൺമെന്റ് ITIയിൽ ഇതര വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകർക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ITIയിലെ AC മെക്കാനിക് വിഭാഗത്തിലെ അധ്യാപകനും ഇടത് സംഘടനയുടെ പ്രവർത്തകനുമായ ലിഖിൽലാലിനെതിരെയാണ് SFIക്കാർ കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയത്. വൈസ് പ്രിൻസിപ്പലിനോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനാണ് SFIയുടെ ഭീഷണി ഉണ്ടായത്. കോളേജിന് പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം എന്നായിരുന്നു SFIക്കാരുടെ ഭീഷണി. SFIക്കാർ അപായപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ സംഭവമുണ്ടായ അന്ന് തന്നെ അധ്യാപകൻ പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. ഇടത് സംഘടനയിലെ അംഗത്തിന് തന്നെ ഈ അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പരീക്ഷ എഴുതാൻ പോലുമുള്ള ഹാജരില്ലാത്ത വിദ്യാർത്ഥികളാണ് ITIയിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. ജനം, കണ്ണൂർ. കോഴിക്കോട് ലോ കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 1ാം വർഷ LLB വിദ്യാർത്ഥിയായ KSU പ്രവർത്തകൻ അമൽ ജോസഫിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി KSU പ്രവർത്തകർ. ഇന്നലെ രാത്രിയിൽ SFI പ്രവർത്തകർ ചേർന്ന KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. കോളേജിലെ SFI നേതാക്കളായ ആസിഫ്, ഋത്തിക് എന്നിവർ ചേർന്ന 1ാം വർഷ വിദ്യാർത്ഥിയായ അമൽ ജോസഫിനെ അതിക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദിക്കുക മാത്രമല്ല അസഭ്യം പറയുകയും ചെയ്തെന്നും KSU പ്രവർത്തകർ പറയുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പാലിന് പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിന്റെ റൂം ഉപരോധിച്ചു. സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയതോടെയാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. ജനം, കോഴിക്കോട്. MK രാഘവൻ MPക്കെതിരെ പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസിന്റെ മതിലിലും നഗരത്തിൽ വിവിധയിടങ്ങളിലും പോസ്റ്ററുകൾ. MK രാഘവന് മാപ്പില്ല, മാടായി കോളേജിൽ കോഴ വാങ്ങി CPMകാരന് നിയമനം കൊടുത്ത MK രാഘവൻ ഒറ്റുകാരൻ, കള്ളൻ MK രാഘവൻ എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പോസ്റ്ററുകൾ പിന്നീട് രാഘവൻ അനുകൂലികൾ നശിപ്പിച്ചു. MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജ് ഭരണസമിതി കോഴ വാങ്ങി 2 CPM പ്രവർത്തകർക്ക് ജോലി നൽകിയെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആരോപണം. MK രാഘവനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങുകയും കോലം കത്തിക്കുകയും ചെയ്തിരുന്നു.
ശബരിമല സോപാനത്ത് ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി. ഇക്കാര്യം ദേവസ്വം ബോർഡും ചീഫ് പോലീസ് കോർഡിനേറ്ററും ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. നടൻ ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന നൽകിയത് ഗൗരവതരമെന്ന് നിരീക്ഷിച്ചാണ് നിർദ്ദേശം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മറ്റ് ഭക്തർക്ക് തടസ്സം നേരിട്ടുവെന്ന് മനസ്സിലായെന്നും എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും കോടതി വിമർശിച്ചു. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ദേവസ്വം ഗാർഡുകൾ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി ദേവസ്വം ബോർഡ് മറുപടി നൽകി. വൈദ്യുതി ബോർഡിന്റെ എതിർപ്പ് മറികടന്ന് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കവുമായി സർക്കാർ. 25 വർഷത്തേക്കു കൂടി കരാർ നീട്ടിക്കൊടുത്തു. മണിയാർ പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കം. പദ്ധതി ഏറ്റെടുത്തില്ലെങ്കിൽ പ്രതിവർഷം ശരാശരി 18 കോടി രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാകുക. മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി 1991 മെയ് 18-നാണ് KSEBയും കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥ പ്രകാരം 30 വർഷത്തേക്ക് കരാർ ഒപ്പിട്ടത്. 1994-ൽ ഉൽപ്പാദനവും തുടങ്ങി. ഈ വർഷം ഡിസംബറിൽ കരാർ കാലാവധി പൂർത്തിയായി. കരാർ കാലം കഴിഞ്ഞാൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളടക്കം സംസ്ഥാനത്തിന് കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ. പദ്ധതി ഏറ്റെടുത്ത് കൈമാറണമെന്ന് കാണിച്ച് KSEB ഊർജ്ജ വകുപ്പിന് കത്തയച്ചു. പ്രതിവർഷം 3 കോടിയിലേറെ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണിയാർ പദ്ധതി വഴി ഏറ്റവും കുറഞ്ഞത് 18 കോടി രൂപയുടെ ലാഭം വൈദ്യുതി ബോർഡിന് ലഭിക്കുമായിരുന്നു. ഇത് വൈദ്യുതി ബോർഡിന്റെ വാർഷിക വരവ് ചെലവ് കണക്കിൽ ഉൾക്കൊള്ളിച്ചാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതേസമയം വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് മണിയാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിലെ അനിശ്ചിതത്വത്തിന് കാരണം. ജനം, തിരുവനന്തപുരം. മണിയാറിൽ നായനാർ സർക്കാരിന്റെ കാലത്ത് 30 വർഷത്തേക്ക് ഒപ്പിട്ട വൈദ്യുതി പദ്ധതി കരാർ നീട്ടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അഴിമതി നടത്താനെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഡിസംബർ 30-ന് BOT കാലാവധി അവസാനിക്കാനിരിക്കെ 1 മാസം മുൻപേ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ അതിന് തയ്യാറാകാത്തത് വൻ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ആരോപിച്ചു. അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ 30-ന് തീരുകയാണ്. ആ ഡിസംബർ 30-ന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. കാരണം BOT അടിസ്ഥാനത്തിൽ ഇവർ ഒപ്പിട്ട കാര്യമാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെ കൊടുക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് വ്യാജരേഖയുണ്ടാക്കിയെന്ന് N. പ്രശാന്ത് IAS. പഴയ തീയതിയിൽ 2 കത്തുകൾ വ്യാജമായി നിർമ്മിച്ചു. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് രേഖകളിൽ ഇത് വ്യക്തമാണ്. മാധ്യമങ്ങളിൽ തനിക്കെതിരെ വന്ന രേഖകൾ ജയതിലകിന്റെ ഓഫീസിൽ നിന്ന് നൽകിയതാണ്. താൻ അറിയാതെ തന്റെ ഓഫീസ് ഐഡിയിൽ നിന്ന് ചില ഫയലുകൾ നീക്കം ചെയ്തുവെന്നും പ്രശാന്ത് ആരോപിക്കുന്നു. ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓൾ ഫയൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഫോർമർ CEO ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം എന്ന് തന്നെ പറയുന്നെങ്കിൽ അത് മിനിസ്റ്ററുടെ ഓഫീസിൽ കിട്ടി. മിനിസ്റ്റർ അത് ഡോക്ടർ ജയതിലകിന് കൈമാറുകയും ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് 5-ാം മാസത്തിലുണ്ട് കേട്ടോ. 6-ാം മാസം ഇല്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു, 7-ാം മാസം ഒരു കത്ത് കൊടുക്കുന്നു. ഈ 2 കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയതിലക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് എന്നിട്ട് കൃത്യമായിട്ട് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നു, വാർത്തയാവുന്നു. നമ്മൾ വിചാരിക്കുമോ എല്ലാം കൊള്ളാമല്ലോ. പക്ഷെ നിങ്ങൾ നോക്കണ്ടെന്ന് ഇതെല്ലാം ഞാൻ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ്. ഓഫീസ് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, ഈ ഓഫീസ് തുറന്ന് ചുമ്മാ നോക്കിയാൽ മതി. ഇത് ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ജയതിലക് തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ കുറേ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. ഈ ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ആരെ ഡൗൺലോഡ് ചെയ്തതിന് അതിൻ്റെ താഴത്തല വരും. അപ്പോൾ ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ ഡൗൺലോഡ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സർക്കുലേറ്റ് ചെയ്തതാണ്. എനിക്കെതിരെ എന്തോ വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ടെക്നോളജി അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ ഓഫീസിനകത്ത് തന്നെ നോക്കിയാൽ ഈ 6-ാം മാസവും 7-ാം മാസവും കിട്ടിയെന്ന് പറഞ്ഞ 2 കത്തുകൾ
ഡോക്ടർ ഈ ഗോപാലകൃഷ്ണൻ കൊടുത്ത കത്തുകൾ 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കത്തിന് ഫയൽ നമ്പർ ഇല്ല, ആ കത്തിന് ലെറ്റർ നമ്പർ ഇല്ല, ലെറ്റർ ഹെഡിലല്ല. ഇദ്ദേഹം SC ഡയറക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തതായിട്ടാണ് ഈ 2 കത്തുകളും കാണുന്നത്. ഇത് അത്ര നിഷ്കളങ്കമല്ലായിരുന്നു. എങ്ങനെയാണ് 2 IAS ഉദ്യോഗസ്ഥർക്ക് ഇതിന് ധൈര്യം വരിക? മറ്റൊരു IAS ഓഫീസർക്കെതിരെ ഫേക്ക് ആയിട്ടുള്ളൊരു 2 ഫേക്ക് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. 6-ാം മാസവും 7-ാം മാസവും 2 ഫേക്ക് ആയിട്ടുള്ള, എന്ന് മാത്രമല്ല ഇതിൽ ഡോക്ടർ ജയതിലേക്ക് തെറ്റായ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ് പോലും ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. അതായത് അന്നേ ഡേറ്റിൽ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണ് ഈ ഓഫീസിലുണ്ട്. ഈ ഓഫീസിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അത്ര പോലും വ്യക്തത ആ സിസ്റ്റത്തിനകത്തുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ 71,438 തീർത്ഥാടകർ ദർശനം നടത്തി. 12,882 ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലെത്തി. പുൽമേട് വഴി ദർശനത്തിനെത്തിയത് 1,443 അയ്യപ്പ ഭക്തർ. വരുന്ന ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും കരുതുന്നത്. പുലർച്ചെ മുതൽ സന്നിധാനത്തും പരിസരത്തും നേരിയ മഴയും അനുഭവപ്പെടുന്നുണ്ട്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മദ്യപാന സംഘത്തിന്റെ ശല്യമെന്ന പരാതി. കടകൾക്കുള്ളിലും പാർക്കിംഗ് ഗ്രൗണ്ടിലും മദ്യപാനികൾ അഴിഞ്ഞാടുകയാണെന്ന തീർത്ഥാടകർ. പരാതി അറിയിച്ചിട്ടും പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ആക്ഷേപം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മദ്യപസംഘം നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ട് 3 സംഘർഷമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണിത്. അസഭ്യപ്രയോഗങ്ങളും വാക്കുതർക്കവും സംഘർഷവും പതിവെന്ന് തീർത്ഥാടകർ പരാതി പറയുന്നു. ഹോട്ടൽ ജീവനക്കാരും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് തീർത്ഥാടകർ പരാതി പറയുന്നുണ്ട്. മദ്യപിച്ച് ഹോട്ടൽ ജീവനക്കാർ തീർത്ഥാടകർക്ക് ഭക്ഷണം വിളമ്പുന്നതായും പരാതിയുണ്ട്. സംഘർഷം രൂക്ഷമാകുമ്പോൾ സ്ഥലത്ത് പോലീസ് എത്തുമെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുയരുന്നു. സാമൂഹ്യവിരുദ്ധരുടെ ശല്യത്തിനെതിരെ അട്ടത്തോട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രദേശവാസികളും നിരന്തരം പരാതി ഉന്നയിക്കുന്നു. തീർത്ഥാടകർക്കും നാട്ടുകാർക്കും അലോസരമുണ്ടാക്കുന്ന പ്രശ്നത്തിന് എക്സൈസും പോലീസും കാര്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. മണ്ഡലകാലം തുടങ്ങിയ ശേഷം എക്സൈസ് നടത്തിയ പരിശോധനയിൽ നിലയ്ക്കൽ മേഖലയിൽ നിന്നും മദ്യവും പിടികൂടിയിരുന്നു. ജനം, പത്തനംതിട്ട. ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീരിലും 4 സംസ്ഥാനങ്ങളിലും NIA പരിശോധന. പാക് ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധനയെന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലും അസം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലുമാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് NIA ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് നടപടി. 19 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയതെന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്ത് നടത്തിയ യുവാക്കളുടെ റിക്രൂട്ട്മെന്റ്, അനധികൃത സാമ്പത്തിക സമാഹരണം, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആശയ പ്രചാരണം എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകളിലും കേന്ദ്രങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. പാകിസ്ഥാൻ ഭീകരരുമായി ആശയവിനിമയം നടത്തിയതിന്റെയും ഭീകരവാദത്തിനായി സാമ്പത്തിക സമാഹരണം നടത്തിയതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം പോലീസിന്റെയും CRPFന്റെയും സുരക്ഷയിൽ റെയ്ഡ് നടത്തിയത്. ജമ്മു കാശ്മീരിൽ അനന്ത്നാഗ്, റിയാസി, ബഡ്ഗാം എന്നിവിടങ്ങളിലും പരിശോധന നടന്നു. ജനം, ഡൽഹി. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഭർത്തൃവീട്ടുകാർക്കും ബന്ധുക്കൾക്കുമെതിരെയുള്ള പകപോക്കലിന് നിയമം ദുരുപയോഗം ചെയ്യുന്നെന്ന വിമർശനം. ജസ്റ്റിസ് BV നാഗരത്ന, N കുടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിമർശനം.
സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വ്യാജ കേസുകൾ പരാമർശിച്ചാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വ്യാജ പരാതി നൽകാൻ നിയമം ദുരുപയോഗം ചെയ്യുന്നു. സ്വന്തം പകപോക്കലിനായാണ് നിയമം ദുരുപയോഗം ചെയ്യുന്നത്. വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ചില കേസുകൾ എടുക്കുന്നത്. നിരപരാധികളെ പ്രതികളാക്കുന്ന പ്രവണത അനുവദിക്കാനാവില്ല. ഇത്തരം കേസുകളിൽ ജുഡീഷ്യൽ റിവ്യൂ വേണമെന്നും തെളിവുകളില്ലെങ്കിൽ ഇവ തള്ളിക്കളയണമെന്നും കീഴ്ക്കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വ്യാജ ആരോപണത്തിൽ അതുൽ സുഭാഷ് എന്ന ബംഗളൂരു സ്വദേശി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. താൻ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. 24 പേജുള്ള കത്തെഴുതി വെച്ചായിരുന്നു യുവാവ് ജീവനൊടുക്കിയത്. ഭാര്യയും ഭാര്യ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നും അതുൽ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു. ഇത് വാർത്തയാകുകയും ആത്മഹത്യ പ്രേരണയ്ക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, ജനം. ഗാസ വെടിനിർത്തലും ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവും ആവശ്യപ്പെടുന്ന പ്രമേയം UN ജനറൽ അസംബ്ലി പാസാക്കി. അമേരിക്ക ഉൾപ്പെടെ 9 രാജ്യങ്ങൾ വെടിനിർത്തൽ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തെരഞ്ഞെടുത്ത മൈക്ക് വാട്സ് ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. ബന്ദികളുടെ മോചനവും ഗാസയിലെ വെടിനിർത്തലും ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം UN ജനറൽ അസംബ്ലി പാസാക്കി. 158 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്ക ഉൾപ്പെടെ 9 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. 13 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വെടിനിർത്തൽ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. 100ഓളം ബന്ദികളാണ് ഹമസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് ഗാസയിൽ ബന്ദികളായി കഴിയുന്നവരുടെ ബന്ധുക്കളെ സന്ദർശിക്കും. ട്രംപ് ടീമിലെ പ്രതിനിധി ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണുന്നത് ആദ്യമായാണ്. ബന്ദികളായി തടവിൽ കഴിയുന്നവരുടെ മോചനം അധികാരമേൽക്കും മുമ്പ് യാഥാർത്ഥ്യമാകണമെന്ന അന്ത്യശാസനം ട്രംപ് ഹമസിന് നൽകിയിരുന്നു. ഖത്തറും ഈജിപ്തും മോചന ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ സമാധാന ശ്രമങ്ങളിൽ നിന്നും വിട്ടുനിന്ന ഖത്തർ വീണ്ടും മധ്യസ്ഥത്തിനെത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ഹമസ് പ്രതിനിധികളെ ദോഹയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. ജനുവരി 20 അധികാരമേൽക്കും മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാക്കാനുള്ള നീക്കങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മൈക്ക് വാട്സിന്റെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് തടവിൽ കഴിയുന്നവരുടെ ബന്ധുക്കൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ദുബായിൽ ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ആശ്വാസം. ഇവരുടെ വിസ സേവനങ്ങൾ ഇനി എളുപ്പത്തിൽ ലഭ്യമാകും. ഓൺലൈൻ വിസ നടപടിക്രമങ്ങൾക്കായി സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണവും ഫീസും കുറച്ചതായി അധികൃതർ അറിയിച്ചു. ദുബായിൽ ഗാർഹിക തൊഴിലാളികൾക്ക് വിസ സേവനങ്ങൾ ഇനി എളുപ്പത്തിൽ ലഭ്യമാകും. തൊഴിലാളികളുടെ ഓൺലൈൻ വിസ നടപടിക്രമങ്ങൾക്കായി സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണവും ഫീസും കുറച്ചു. അപേക്ഷ നൽകൽ, പുതുക്കൽ, റെസിഡൻസ് പെർമിറ്റ് റദ്ദാക്കൽ എന്നിവയെല്ലാം ദുബായ് നൗ ആപ്പിലൂടെ സാധ്യമാകും. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും താമസ കുടിയേറ്റ വകുപ്പും ചേർന്നാണ് ആപ്പ് നടപ്പാക്കിയത്. ഇതോടെ ഗാർഹിക തൊഴിലാളികൾക്ക് എല്ലാ വിസ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. 4 പോകേണ്ടതില്ല. പ്രക്രിയ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ 12 നിന്ന് 4 കുറച്ചു. സർവീസ് സെന്ററിൽ 2 തവണ പോയാൽ മതി. 5 ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകും. നേരത്തെ ഇത് 30 ദിവസമായിരുന്നു. ജനം, ദുബായ്. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുൾ ഷാനയ്ക്കും സഹോദരനുമെതിരെ പീഡന പരാതിയിൽ കേസ്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനാണ് കേസ്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, എന്താണ് വിവരങ്ങൾ? ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അടക്കം ഇദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കം 5 പേർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ സഹോദരൻ അലി, ഒപ്പം തന്നെ ചെയർമാനായിട്ടുള്ള അബ്ദുൾ ഷാന, ഈ അലിയുടെ ഭാര്യ നസ്ല എന്നീ 3 പേരടക്കം ഈ കേസിൽ പ്രതികളാണ്. ഇവർ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഈ സഹോദരൻ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. 2023 ഇതിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പിന്നീട് പെൺകുട്ടി ഗർഭിണിയാകുകയും ചെയ്തിരുന്നു. ഇവരുടെ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ നിർബന്ധിച്ചുവെന്നും ഒപ്പം തന്നെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന അടക്കമുള്ള പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് ഇവർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ശരി, കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 8 വയസ്സുകാരന് അധ്യാപികയുടെ ക്രൂരമർദ്ദനം. വിളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയാണ് കൈവീശി നടന്നില്ലെന്നാരോപിച്ച് കുട്ടിയുടെ കൈ ചൂരലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. വിവരം പുറത്തു പറയാതിരിക്കാൻ സ്കൂളിലെ മറ്റ് അധ്യാപകർ പണം വാഗ്ദാനം ചെയ്തതായും കുട്ടിയുടെ മാതാപിതാക്കൾ ജനം TVയോട് പ്രതികരിച്ചു. ജനം എക്സ്ക്ലൂസീവ്.
ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട് ടീച്ചർ മോളിൽ നിന്ന് കാണുകയെന്ന്. അപ്പോൾ ഞാൻ കൈ വീശി അത് മറന്നുപോയി, കൈ വീശി പോവുകയെന്ന്. അപ്പോൾ ടീച്ചർ മേളിൽ നിന്ന് കാണുകയെന്ന്. ഞാൻ ക്ലാസ്സിൽ വന്ന ഉടനെ ടീച്ചർ പറഞ്ഞ് നിൻ്റെ പേരൻസിനെ വിളിച്ച് അടിക്കട്ടാന്ന് പറഞ്ഞു. പിന്നീട് കുറേ ഭീഷണിയും പെടുത്തിയിട്ട് എന്നെ 3-4 പ്രാവശ്യം അടിച്ച്, ചൂരലുകൊണ്ടാണ് അടിച്ചത്. സ്കൂളിലെ ഇന്റർവെൽ സമയത്ത് വരിയായി ക്ലാസ്സിലേക്ക് പോകുന്ന സമയം കുട്ടി കൈ വീശി നടന്നില്ല എന്നാരോപിച്ചാണ് അധ്യാപിക 3 തവണ കുഞ്ഞിന്റെ വലത് കൈയിൽ ചൂരലുകൊണ്ട് അടിച്ചത്. ഞാൻ കൈ കെട്ടാതെ വീശി നടന്നു പോയി. അപ്പോഴാണ് ടീച്ചർ മേളിൽ നിന്ന് കണ്ട് ക്ലാസ്സിൽ വന്നപ്പോൾ എന്നെ ചൂരലുകൊണ്ട് കയ്യിലൊക്കെ 3-4 പ്രാവശ്യം അടിച്ചെന്ന്. ഇന്നലെ രാവിലെ പറഞ്ഞിരുന്നു ടീച്ചർ 3-4 പ്രാവശ്യം അടിച്ച്. എന്നിട്ട് ആശുപത്രിയിൽ പോയി കാണിച്ചെന്ന്. കയ്യിലെ നീര് ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ അമ്മ വിവരം തിരക്കിയപ്പോഴാണ് ടീച്ചർ മർദ്ദിച്ച കാര്യം പുറത്തറിയുന്നത്. സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും കയ്യിൽ നല്ല നീരുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താണ് നീര് പറഞ്ഞു. അമ്മ ടീച്ചർ എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പം രാത്രിയായപ്പം അവന് കൈ പൊക്കാൻ വയ്യ, ഭയങ്കരമായിട്ടുള്ള നീരായിരുന്നു. അവനെ ഞാൻ പറഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കയ്യിൽ അടിച്ച പാടുണ്ട്, 3-4 പാടുണ്ടായിരുന്നു, നീരുണ്ട്. അപ്പോൾ കയ്യിൽ ബാൻഡേജ് ഇടണം, എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പൊട്ടലൊന്നുമില്ല, നല്ല ചതവുണ്ട്, നല്ല നീരും ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ അവർ MLC എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യണം, അപ്പോൾ കാഷ്വാലിറ്റി ചെന്നിട്ട് അത് നിങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാഷ്വാലിറ്റി പോയി ഒരു 3-4 ഡോക്ടർ കൊച്ചിനെ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കയ്യിൽ അടിച്ച പാടുകളുണ്ട്, നീരുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. വിഷയം പുറം ലോകം അറിയാതിരിക്കാൻ സ്കൂളിലെ മറ്റ് അധ്യാപകർ പണം വാഗ്ദാനം ചെയ്തു. ഞാൻ ഇന്നലെ പോയായിരുന്നു, അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഇങ്ങനെ സംസാരിക്കുക, എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ മാപ്പ് പറയാമെന്ന് പറഞ്ഞു. അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു 2 സാറുമാർ വന്നിട്ട് പറഞ്ഞു ഫിനാൻഷ്യലി നിങ്ങൾ പുറകോട്ടല്ലേ, നമുക്കൊരു ഫിനാൻഷ്യലി സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയുടെ ഞാൻ ഒരു സാറെന്തോന്നാണ് സംസാരിക്കണതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കാരണം ഫിനാൻഷ്യലി പരമായിട്ട് ഞങ്ങൾ കുട്ടിയുടെ അങ്ങോട്ടുള്ള ചിലവ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും വലിയ ചിലവ് അവിടെ വന്നിട്ടുണ്ട്, വേണ്ട സാറെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു സാറും കൂടെ ഉണ്ടായിരുന്നു. സാർ പറഞ്ഞു നമുക്കൊന്ന് വീട്ടിൽ വരാം, വീട്ടിൽ വന്നിട്ട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട സാർ എന്ന് പറഞ്ഞു. അതല്ല, അങ്ങനെയല്ല, നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതല്ല, നമുക്ക് നോക്കാം, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് ഇറങ്ങിയാണ്. കുട്ടി തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് ഹൈ ഡോസ് മരുന്ന് കഴിക്കുന്നുണ്ട്. പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും വിളപ്പിശാല പോലീസ് സ്റ്റേഷനിലേക്ക് ഡോക്ടർമാർ വിവരം അറിയിക്കുകയായിരുന്നു. അധ്യാപികയ്ക്കെതിരെ വിളപ്പിശാല ഗവൺമെന്റ് UP സ്കൂൾ അധികൃതർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല നാളെ. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും ചേർന്ന് പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയാകാൻ ചക്കുളത്തുകാവ് ഒരുങ്ങി. തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി മുതൽ ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ, മാവേലിക്കര, മുട്ടാർ, കിടങ്ങറ, വിയപുരം, ഹരിപ്പാട് റൂട്ടുകളിലും പൊങ്കാല അർപ്പിക്കുന്നതിനായി അടുപ്പുകൾ നിരന്നു തുടങ്ങി. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, KSEB, KSRTC തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഭക്ഷണ വിതരണവും ചികിത്സയും അടക്കം ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 4 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടക്കും. ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി രാവിലെ 10:30 പണ്ടാരപ്പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. പൊങ്കാലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണ ആയി തീർന്നിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ വന്നു പോകുന്നതിനും അവരുടേതായ ഭക്ഷണത്തിനും അവരുടെ രോഗശാന്തിക്കും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നിന്നും മറ്റ് സന്നദ്ധ സേനകളും വോളണ്ടിയേഴ്സിൻ്റെയും ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും തുടങ്ങി നാനാ ജാതി മതസ്ഥരുടെയും സഹകരണത്തോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയുടെ പരിപൂർണമായ ഒരുക്കങ്ങൾ തീർന്നു. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാലയുടെ ചടങ്ങ് രാവിലെ 10:30 നിത്യപ്രാർത്ഥനയ്ക്ക് ശേഷം
പണ്ടാരി അടുപ്പിലോട്ട് അഗ്നി പകരുന്നതും അതിൽ നിന്നും ദീപം മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ആ പൊങ്കാല വെന്തതിന് ശേഷം ഏതാണ്ട് 12 മണിയോടുകൂടി പൊങ്കാല തെളിക്കുന്ന ചടങ്ങും നടക്കുന്നതായിരിക്കും. അതിന് ശേഷം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഉച്ചദീപാരാധന. ആ ചടങ്ങിന് ശേഷം പൊങ്കാലയുടെ അന്ന് വൈകിട്ട് പ്രസിദ്ധമായ കാർത്തിക സ്തംഭം കത്തിക്കുന്ന ഒരു വലിയ ചടങ്ങ്, അതായത് തിന്മകളെയെല്ലാം കത്തിച്ച് കളഞ്ഞുകൊണ്ട് നന്മയുടെ വിജയം അറിയിക്കുന്ന, അതുപോലെ അധർമ്മത്തെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മം വിജയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന ചടങ്ങാണ് കാർത്തിക സ്തംഭം കത്തിക്കുക എന്ന് പറയുന്ന ചടങ്ങ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും ചേർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്, മന്ത്രി KB ഗണേഷ് കുമാർ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ജനം, ആലപ്പുഴ. സ്റ്റൈൽ മനൻ രജനീകാന്തിന് ഇന്ന് 74ാം ജന്മദിനം. 5 പതിറ്റാണ്ടായി പകരക്കാരനില്ലാതെ തമിഴ് സിനിമാ ലോകം വാഴുന്ന താരരാജാവിന് ആശംസകൾ അറിയിച്ച് സിനിമാ ലോകം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, നടന്മാരായ കമൽഹാസൻ, ധനുഷ് അടക്കമുള്ളവരും ആശംസകൾ അറിയിച്ചു. കേരളത്തിലും ഏറെ ആരാധകരുള്ള തലൈവർക്കായി ഒരു സ്പെഷ്യൽ ഗാനം തന്നെ ഒരുക്കിയിരിക്കുകയാണ് മലയാളികൾ. ശ്രീജിത്ത് S വിജയ് സംഗീതം നൽകി ഈ ഗാനം ആലപിച്ചത് ഷൈൻ ഡാനിയലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.